സൈലം ബാങ്കിങ് IBPS POയുടെ എക്സാം ഓഗസ്റ്റ് 22-23 തീയതികളിലാണ് പ്രിലിംസ് നടക്കാനായിട്ട് പോകുന്നത്. ആദ്യം നടക്കാൻ പോകുന്നത് SBI PO ആണ്. അപ്പൊ SBI POയുടെ കഴിഞ്ഞ 5 വർഷത്തെ കട്ട് ഓഫ് അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സേഫ് അറ്റംപ്റ്റ് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ IBPS POയുടെയും സേഫ് അറ്റംപ്റ്റ് എത്രയാണ് നമുക്കൊന്ന് നോക്കാം. പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും എന്തായാലും ഇനി എക്സാം എത്താൻ 2 മാസം കൂടെ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് എന്ന് കരുതുന്നു. ഇപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിലും ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി അതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ IBPS PO ഫസ്റ്റ് ഓഫ് ഓൾ IBPS POയെ പറ്റിയിട്ട് ഞാനൊന്ന് ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ കാണുക. നമുക്ക് IBPS PO ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 4 കടമ്പകളാണ് കടക്കാനായിട്ടുള്ളത്. ആദ്യം ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാകും, അതിനുശേഷം മെയിൻസ് ഉണ്ടാകും, ദെൻ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ. ഇത്രയും കടമ്പ കടന്നാണ് നമുക്കൊരു IBPS PO ആകാനായിട്ട് പറ്റുക. SBI ഒഴികെയുള്ള 11 പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കുള്ള പ്രൊബേഷണറി ഓഫീസറിന്റെ എക്സാം ആണ് IBPS PO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ്? നമുക്ക് പ്രിലിംസിന് 3 സബ്ജക്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ്. ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ, 30 മാർക്ക്. നമുക്ക് ആകെ കിട്ടുന്ന സമയം 20 മിനിറ്റ് ആണ്. സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് IBPS POയുടെ കംപ്ലീറ്റ് വീഡിയോയ്ക്കകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്ത് സൈലം ബാങ്കിങ്ങിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മളുടെ മാത്സ് ആണ്. അത് 35 ക്വസ്റ്റ്യനും മാർക്ക് വരുന്നത് 30 ആണ്. 35 ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്കല്ല, ടോട്ടൽ മാർക്ക് 30 മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് സമയം 20 മിനിറ്റ്സ് മാത്രമായിരിക്കും കിട്ടുക. ദെൻ റീസണിംഗ് എന്റെ സബ്ജക്ട്, അതിനും 35 ക്വസ്റ്റ്യൻ, പക്ഷെ മാർക്ക് വരുന്നത് 40 ആണ്. ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനകത്തുനിന്ന് സ്നിപ്പ് ചെയ്തെടുത്തതാണ്. അപ്പൊ ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് ഈ ഒരു വർഷവും. പിന്നെ ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനും റീസണിങ്ങിനും നമുക്ക് ടോട്ടൽ 20 മിനിറ്റ്സ് ആയിരിക്കും ടൈം കിട്ടുക, റീസണിങ്ങിന് മാത്രം. അങ്ങനെ 3 സബ്ജക്റ്റിനും കൂടെ ടോട്ടൽ 60 മിനിറ്റ്സ്, 1 അവർ ആയിരിക്കും പ്രിലിംസിന് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത്. മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ 4 സബ്ജക്റ്റ് കൂടാതെ കറണ്ട് അഫേഴ്സ് ഉണ്ട്, അതായത് ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ്. നമുക്ക് റീസണിങ്ങിന് 40 ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ നമുക്ക് മാർക്ക് വരുന്നത് 60 ആണ്. അതിന് നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 50 മിനിറ്റ് ആണ്. ദെൻ ജനറൽ എക്കണോമി ആൻഡ് ബാങ്കിങ് അവയർനെസ് 35 ക്വസ്റ്റ്യൻ ആണ്, 50 മാർക്ക് ഉണ്ട്. അതിന് കിട്ടുന്ന സമയം 25 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ദെൻ ഇംഗ്ലീഷിന് 35 ക്വസ്റ്റ്യൻ, 40 മാർക്കാണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ടൈം 40 മിനിറ്റ്. ആൻഡ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നമ്മുടെ മാത്സ് തന്നെയാണ്, 35 ക്വസ്റ്റ്യൻ, 50 മാർക്ക്, 45 മിനിറ്റ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ ഇതുവരെ ടോട്ടൽ 200ലാണ് നമ്മളുടെ മാർക്ക് വരുന്നത്. ഇത് കൂടാതെ IBPS PO ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവിന് 2 ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു essay ആൻഡ് കോംപ്രിഹെൻഷൻ ആണ്. അതിന് നമുക്ക് 25ലാണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 225ലാണ് മെയിൻസിന്റെ സ്കോർ എന്ന് പറയുന്നത്. പ്രിലിംസ് ടോട്ടൽ 100 അല്ലെ. അപ്പൊ ഞാൻ ഈ മാർക്കിംഗ് അല്ലെങ്കിൽ ഈ ഒരു എക്സാം സ്ട്രക്ചർ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിംസിന്റെ സ്കോർ വരുന്നത് 100ലും മെയിൻസില് 225ലുമാണ്. അപ്പോഴായിരിക്കും നമുക്ക് ആ ഒരു കട്ട് ഓഫിന്റെ കാര്യം കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാം പാറ്റേൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞത്. ഓക്കെ, യെസ്. ഇനി എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വേക്കൻസി മാത്രമാണോ കട്ട് ഓഫ് നിർണ്ണയിക്കുന്നതിന് ഒരു ഘടകമായിട്ട് നമ്മൾ എടുക്കുക? പക്ഷെ വേക്കൻസി മാത്രമല്ല, വേക്കൻസി ഒരു ഫാക്ടർ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത് അവിടെ എത്ര വേക്കൻസി ഉണ്ട്, അതേപോലെ തന്നെ എക്സാമിന്റെ ലെവൽ എന്താണ്. ഇപ്പൊ നമ്മളുടെ IBPS PO എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യ എക്സാം ആണ് അല്ലെ. ഓൾ ഇന്ത്യ വേക്കൻസി ആണ് വരുന്നത്. എല്ലായിടത്തും ഒരേ സമയത്തായിരിക്കും എക്സാം നടക്കുക. അപ്പോൾ ഒരുപാട് ആസ്പിറൻസ് അയക്കുമ്പോൾ തന്നെ ഒറ്റ ഷിഫ്റ്റിൽ എല്ലാവർക്കും കൂടെ എക്സാം നടത്താനായിട്ട് പറ്റില്ല. പല ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും എക്സാം നടത്തുന്നത്. അപ്പൊ ചില ഷിഫ്റ്റ് ചിലപ്പോൾ ഈസി ആയിരിക്കും, ചിലത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് നോർമലൈസേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഫൈനൽ സ്കോർ വരുന്നത്. അപ്പൊ എക്സാമിന്റെ ലെവൽ എന്താണ്, അതും കട്ട് ഓഫില് ഒരു ഫാക്ടർ ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഫോർ ദി എക്സാം.
എത്ര പേര് എക്സാം എഴുതുന്നുണ്ട്? ഇപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് കേരളത്തിനെക്കാട്ടിലും കൂടുതൽ വേക്കൻസീസ് ചില സമയത്ത് ക്ലർക്കിന്റെ കേസിലാണ് ഈ പറയുന്നത്, നമുക്ക് തമിഴ്നാടൊക്കെ വരുമ്പോൾ അപ്പൊ നമ്മൾ വിചാരിക്കും അവിടെ അങ്ങ് ഭയങ്കരമായി കട്ട് ഓഫ് കുറയും. ചില സമയത്ത് കുറയും, ചില സമയത്ത് നമ്മളെ കേരളത്തിനെക്കാട്ടിലും കട്ട് ഓഫ് കൂടുതൽ വരുന്നത് കാണുന്നുണ്ട്. അതിന്റെ റീസൺ ഇത്രയാണ്, വേക്കൻസി കൂടും, അതേപോലെ തന്നെ ആൾക്കാര് അപ്പിയർ ചെയ്യുന്നത്. ഇപ്പൊ അവിടെ എല്ലാരും കൂടെ അവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും അവിടുത്തെ കട്ട് ഓഫ് കൂടും. അപ്പോൾ നമ്മുടെ കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 ഫാക്ടേഴ്സിനെയാണ്. എത്ര വേക്കൻസി ഉണ്ട്, അതേപോലെ തന്നെ എക്സാമിന്റെ ലെവൽ എന്താണ്, എത്ര ആസ്പിരൻസ് എക്സാം എഴുതുന്നുണ്ട്, ഇതെല്ലാം കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, യെസ്. അല്ലാതെ വേക്കൻസി മാത്രം കൊണ്ടല്ല ഒരിക്കലും കട്ട് ഓഫ് കൂടുതലായിരിക്കും കുറവായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഒരു ടേബിൾ നോക്കി കഴിയുമ്പോൾ തന്നെ ഒരു IBPS POയുടെ സേഫ് അറ്റംപ്റ്റ് എത്രയായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കാര്യം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പ്രിലിംസ് നോക്കാം, അല്ലെ? കഴിഞ്ഞ ഒരു 5 വർഷത്തെ കട്ട് ഓഫ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ എത്രയായിരിക്കണം നമ്മളുടെ ഒരു സേഫ് അറ്റംപ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ രീതിയിൽ വേണം നമ്മൾ കട്ട് ഓഫ് അനലൈസ് ചെയ്യാനായിട്ട്. 2025 നമ്മളുടെ വേക്കൻസി എന്ന് പറയുന്നത് 5208 വേക്കൻസി ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആ വർഷം നമുക്ക് 100-ൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പ്രിലിംസിന് നമുക്ക് 3 സബ്ജക്റ്റ് ആണുള്ളത്, അപ്പൊ അതിൽ നമുക്ക് 100-ലായിരിക്കും മാർക്ക് വരുന്നത്, കട്ട് ഓഫ് വരുന്നത്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 49.21 ആയിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രിലിംസ് മാത്രം ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിനുശേഷം മെയിൻസിലേക്ക് വരാം. ദെൻ 2024-ൽ നമ്മളുടെ വേക്കൻസി എന്ന് പറയുന്നത് 4455 ആണ്. 2025-ല് 5000+ വേക്കൻസീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ 4455 വേക്കൻസി ഉള്ളപ്പോ നമ്മളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 48.50 അപ്പോ 2025-ലും 2024-ലും ഓൾമോസ്റ്റ് നമുക്കൊരു 49-48 റേഞ്ച് ആണ്. നമ്മളെ സംബന്ധിച്ച് 0.25 പോലും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 0.25 വ്യത്യാസമാണെങ്കിൽ പോലും അതൊരു വ്യത്യാസമാണെന്ന് നമുക്കൊക്കെ അറിയാം, അല്ലെ? ഇപ്പം വളരെ കുറച്ച് മാർക്കുകൾക്ക് പോയ ഒരുപാട് ആസ്പിറൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ 0.25 ആണെങ്കിൽ പോലും അതൊരു ഡിഫറൻസ് തന്നെയാണ്, അത് മനസ്സിൽ വെച്ചോണം. ദെൻ 2023-ൽ 3049 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ കൊല്ലം കട്ട് ഓഫ് ഇച്ചിരി കൂടുതലായിരുന്നു. നിങ്ങൾ ആ വേക്കൻസിയുടെ ഡിഫറൻസ് നോക്കിക്കേ. 2025-ൽ 5000+ ആൻഡ് 2024-ൽ 4000+. അപ്പൊ ആ ഒരു ടൈമിൽ 48-49 റേഞ്ച് ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് ഔട്ട് ഓഫ് 100. 2023-ൽ 3000+ വേക്കൻസീസേ ഉള്ളായിരുന്നു, വേക്കൻസീസ് കുറവായിരുന്നു. പക്ഷെ ആ കൊല്ലം കട്ട് ഓഫ് നമുക്ക് 54.25 വന്നിട്ടുണ്ട്. ഓക്കെ, 2022-ൽ 6000+ വേക്കൻസീസ് ഉണ്ടായിരുന്നു. 6432 ആയിരുന്നു 2022-ൽ നമ്മളുടെ വേക്കൻസി എന്ന് പറയുന്നത്. ആ കൊല്ലം നമ്മളുടെ കട്ട് ഓഫ് 49.75 ആയിരുന്നു. ആൻഡ് 2021-ല് 4135 വേക്കൻസി ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50.5 അപ്പൊ ഈ 5 വർഷം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 54.25 ബാക്കി എല്ലാം 50-ക്ക് താഴെയാണ്. 50.5 വന്നത് 2021-ൽ മാത്രമാണ്. ബാക്കി എല്ലായിടത്തും 50-ക്ക് താഴെയാണ് വന്നേക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിൽ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 54.25 ആണ്. അത് 2023-ലാണ്. ആ കൊല്ലം ഇച്ചിരി വേക്കൻസി കുറവായിരുന്നു. ഈ കൊല്ലത്തെ വേക്കൻസി എത്രയാണെന്നുള്ളത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ നല്ലൊരു വേക്കൻസി തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അത് ഓർത്ത് ആരും ടെൻസ്ഡ് ആകണ്ട. അപ്പൊ ഈ ഒരു 5 കൊല്ലം നോക്കുമ്പോൾ നമ്മളുടെ ഒരു സേഫ് അറ്റംപ്റ്റ് 100% ആക്യുറസിയോടുകൂടി നമുക്കൊരു സേഫ് അറ്റംപ്റ്റ് പറയാൻ പറ്റുക 55 അല്ലേ? ഞാൻ എപ്പോഴും പറയും ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഏതാണെന്ന് നോക്കുക. ഇത് കാണുമ്പോൾ കൂടുതലും നമുക്ക് എത്രയാണ് 50-ക്ക് താഴെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്കറിയില്ല. നമ്മൾ എപ്പോഴും സേഫ് അറ്റംപ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടുതൽ നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ രീതിയിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ മോക്കൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും എനിക്കൊരു 55+ അറ്റംപ്റ്റ് വരുന്നുണ്ടോ, അപ്പൊ അതിൽ തന്നെ 100% ആക്യുറസി ഉണ്ടായിരിക്കണം. നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്, അല്ലെ? 1/25 ആണ് നമുക്ക് 1/4 ആണ് നമ്മളുടെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ സോ ഉറപ്പായിട്ടും നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ 100% ആക്യുറസി നമുക്ക് ഉണ്ടായിരിക്കണം. സോ ഒരു 55+ അറ്റംപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് IBPS POയുടെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. വിത്ത് 100% ആക്യുറസി നിങ്ങൾക്ക് 55+ അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ ഷുവർ ആണ് നിങ്ങൾക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു റേഞ്ച് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി നമുക്ക് മെയിൻസിലേക്ക് വരാം.
മെയിൻസിൽ 200 നമ്മളുടെ സബ്ജക്റ്റിന്റെയും 25 ഡിസ്ക്രിപ്റ്റീവിന്റെയും കൂടെ കൂട്ടിയിട്ടാണ് ഔട്ട് ഓഫ് 200 ആണ്. അപ്പൊ നമുക്ക് ഔട്ട് ഓഫ് 200 സ്കോറും ഉണ്ട്, അതേപോലെ തന്നെ ഔട്ട് ഓഫ് 100 സ്കോർ എന്ന് പറയുന്നത് ഇന്റർവ്യൂവിന് ശേഷമുള്ളതാണ്. അപ്പൊ ഇന്റർവ്യൂവിന്റെ സ്കോറും അതേപോലെ തന്നെ മെയിൻസിന്റെ സ്കോറും കൂടെ കൂട്ടിയിട്ടാണ് ഈ ഔട്ട് ഓഫ് 100 സ്കോർ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഔട്ട് ഓഫ് 225 നോക്കാം, കാരണം അതാണല്ലോ നമ്മൾ എഴുതി വാങ്ങിക്കുന്ന മാർക്ക്. ബാക്കി ഇന്റർവ്യൂവിന്റേതാണ് ഔട്ട് ഓഫ് 100 വരുന്നത്. മെയിൻസിന്റെതും ഇന്റർവ്യൂവിന്റേതും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സ്കോർ ആണ്. അപ്പൊ നമുക്ക് 225-ൽ 2025 സ്കോർ എന്ന് പറയുന്നത്, അതായത് കട്ട് ഓഫ് എന്ന് പറയുന്നത് 75.75 ആയിരുന്നു. 225 ഈ പറയുന്നത് 75.75 ആയിരുന്നു നമ്മളുടെ കട്ട് ഓഫ് 2025 കഴിഞ്ഞ വർഷം. 2024 66.50 ആയിരുന്നു. നല്ലൊരു വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ വേക്കൻസി കൂടുമ്പോ നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ, വേക്കൻസി കൂടുമ്പോ നമുക്ക് കട്ട് ഓഫ് കുറവായിരിക്കും. ശരിക്കും 2025 5208 വേക്കൻസി ഉണ്ട്, കൂടുതലായിരുന്നു. 2024 4455 ഉള്ളൂ. പക്ഷെ കട്ട് ഓഫ് തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കിക്കേ. എപ്പോഴും വേക്കൻസി കൂടുമ്പോ കട്ട് ഓഫ് കുറയണം എന്ന് നിർബന്ധം ഇല്ല എന്ന് ഞാൻ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. ഓരോ വർഷം കഴിയും തോറും നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടി വരികയാണ്. ഓക്കെ, 2023 കട്ട് ഓഫ് എന്ന് പറയുന്നത് 63 ആണ്. ആൻഡ് 2022 71.25 ആയിരുന്നു കട്ട് ഓഫ്. ആൻഡ് 2021 ഹയസ്റ്റ് കട്ട് ഓഫ് വന്നേക്കുന്നത് 80.75. കഴിഞ്ഞ 5 വർഷത്തേത് നോക്കുമ്പോഴാണ് 80.75. ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 80.75 ആണ് 2021. പിന്നെ അത് കൂടാതെ നമ്മൾ നോക്കുമ്പോൾ ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 2025 75.75. അപ്പൊ ഈ 5 വർഷം നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത് 80.75 ആണ്. സോ ഒരു 80+ അറ്റംപ്റ്റ്, അതായത് 100% ആക്യുറസിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അറിയാലോ, മെയിൻസിന്റെ കാര്യം നമുക്ക് 4 സബ്ജക്റ്റ് ആണ് ഉള്ളത്. അപ്പൊ ആ 4 സബ്ജക്റ്റും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്കോറിലേക്കൊക്കെ എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 81 ഒന്നും പോയിട്ടില്ല, മാക്സിമം 80.75 മാത്രമേ പോയിട്ടുള്ളൂ. സോ 80+ അറ്റംപ്റ്റ് എന്തായാലും നിങ്ങൾക്ക് 100% ആക്യുറസിയോട് കൂടി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എത്രയായിരിക്കണം സേഫ് അറ്റംപ്റ്റ് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കുള്ളൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഈ രീതിയിൽ നോക്കിയാൽ, അപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷത്തെ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ഹയസ്റ്റ് നോക്കിയാൽ അതിനേക്കാൾ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ, ഇനി അഥവാ എക്സാം പാറ്റേണിലൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാക്സിമം വ്യത്യാസം ഒന്നും കാണില്ല. അപ്പോൾ എന്തായാലും നമുക്കത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും, അത് SBI POയുടെയും വരും, IBPS POയുടെയും വരും. അപ്പൊ നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കിന് റെഡി ആയിരിക്കണം, അത് പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ IBPS POയ്ക്ക് വേണ്ടിയിട്ട് IBPS PO ആൻഡ് ക്ലർക്ക് എക്സാം ഫോക്കസ് ചെയ്തിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്ന് ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ 100% പ്രിലിംസും മെയിൻസും ബേസ് ടു അഡ്വാൻസ് എന്ന ലെവലിലായിരിക്കും നമ്മളുടെ ക്ലാസ്സസ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ എക്സാമിന് മുന്നേ, അതായത് ഓഗസ്റ്റ് 22 ആൻഡ് 23 മുന്നേ നമുക്ക് പ്രിലിംസ് തീർക്കാൻ പറ്റുമോ? ഡെഫിനറ്റ് ആയിട്ടും. പക്ഷെ നിങ്ങളും കൂടെ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ആദ്യം, ഇപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും ഓഗസ്റ്റ് 22, 23 എന്നൊരു അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ ഒന്നും നിങ്ങൾ വെക്കണ്ട. കാരണം ഇത് പഠിച്ചെടുക്കാനുള്ള ഒരു സമയം നമുക്ക് കൊടുക്കണം അല്ലെ. ഇപ്പൊ IBPS POയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചാൽ അതിനുശേഷമാണ് IBPS ക്ലർക്ക് വരുന്നത്, അതിനുശേഷമാണ് RRB PO ആൻഡ് RRB ക്ലർക്ക് വരുന്നത്. ഇതിനെല്ലാത്തിനും സെയിം സിലബസ് ആണ്. അതേപോലെ തന്നെ ഇൻഷുറൻസ് എക്സാമിനും സെയിം സിലബസ് തന്നെയാണ്. സോ നിങ്ങളൊരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഒരു വർഷം വരുന്ന 20-ലധികം പരീക്ഷകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതേപോലെ തന്നെ ഒരുപാട് ആസ്പിറൻസ് ചോദിക്കുന്നുണ്ട്, മെയിൻസിന് മാത്രമായിട്ട് നമുക്ക് ബാച്ച് ഉണ്ടോ? യെസ്, മെയിൻസിന് മാത്രമായിട്ട് നമുക്കൊരു മെയിൻസ് ബൂസ്റ്റർ ബാച്ചുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ഇവിടെ വരാനിരിക്കുന്ന, അതായത് ഇനി വരാനിരിക്കുന്ന എല്ലാ മെയിൻസിനും വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് ഉടനെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എല്ലാവരും പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. അതേപോലെ ഇതിന് നമ്മളുടെ ക്ലാസ് ഇന്ന് 29 നമുക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. കഴിഞ്ഞു പോയ എല്ലാ ക്ലാസ്സസിന്റെ ഒരുപാട് ക്ലാസ്സസ് ഒന്നും ആയിട്ടില്ല.
ജസ്റ്റ് പോയ ക്ലാസ്സസിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ക്ലാസിന്റെ വാലിഡിറ്റി എന്ന് വരെ ആയിരിക്കും. അപ്പൊ എക്സാം എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ IBPS POയുടെയും ക്ലർക്കിന്റെ എക്സാം വരെ എന്ന് ചിന്തിക്കേണ്ട. നമുക്ക് ജനുവരി 30-നാണ് RRB ക്ലർക്കിന്റെ മെയിൻസ് വരുന്നത്. അതുവരെയും നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിപ്പം ഓൺലൈൻ ബാച്ച് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് ഓഫ്ലൈനിൽ ഒരു റെഗുലർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ക്ലാസ്സസ് ജൂൺ 9-നായിരിക്കും നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് 100% പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഒക്കെ സിലബസ് കവർ ചെയ്ത് നമ്മൾ തന്നെ ആയിരിക്കും നിങ്ങളെ ഏറ്റവും അടിപൊളിയായി പ്രിപ്പറേഷന് മുന്നിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകുക. ഓക്കെ, യെസ്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഉറപ്പായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.